കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. 2 ദിവസങ്ങളിലായി ചണ്ണപ്പട്ടയിൽ നടന്നു വന്ന CPI അലയമൺ ലോക്കൽ സമ്മേളനത്തിന് സമാപനമായി. ലോക്കൽ കമ്മിറ്റി പരിധിയിലെ 26 ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തിയാക്കിയാണ് ലോക്കൽ സമ്മേളനം സംഘടിപ്പിച്ചത്. സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഉണക്കത്തോട് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. ഈ നാട്ടിലെ മുഴുവൻ ജനവിഭാഗങ്ങളെയും ചണ്ണപ്പടയുള്ള സമ്മേളന വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. കേരളത്തിന്റെ പ്രിയങ്കരനായ മുൻ കൃഷി വകുപ്പ് മന്ത്രി സഖാവ് VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു. പഴയകാല പ്രവർത്തകരെ ആദരിച്ചുകൊണ്ടും SSLC ഫുൾ A+ നേടിയ വിജയികളെ അനുമോദിച്ചു. പ്രകടനം ചണ്ണപ്പട്ട ജംഗ്ഷനിൽ സമാപിച്ചപ്പോൾ നടന്ന പൊതുസമ്മേളനം മുൻ മന്ത്രിയും CPI സംസ്ഥാന കൗൺസിൽ അംഗവുമായ VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. 25ാം പാർട്ടി കോൺഗ്രസിനും ഈ സമ്മേളനത്തിനും വളരെയധികം രാഷ്ട്രീയമായ പ്രാധാന്യം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇത് കേവലം ഒരു പാർട്ടി സമ്മേളനം എന്നതിനേക്കാൾ അപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയമായ കടമ നമ്മുടെ രാജ്യം ഇന്ന് നേരിടുന്ന, ഇവിടെ വിശദമാക്കിയ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ, നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിന് അനുസൃതമായി നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കാനും നമ്മുടെ രാജ്യത്ത് മതേതരത്വവും ജനാധിപത്യവും കാത്തു സംരക്ഷിക്കാനും വേണ്ടി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കടമ, രാഷ്ട്രീയമായ ഉത്തരവാദിത്വം എന്താണെന്ന് നിശ്ചയിക്കുന്നത് പാർട്ടിയുടെ 25ാം പാർട്ടി കോൺഗ്രസിലൂടെയാണ്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി P. ദിലീപ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി ലിജു ജമാൽ, അസിസ്റ്റന്റ് സെക്രട്ടറി S. സന്തോഷ്, നേതാക്കളായ ലെനു ജമാൽ, M. ജയശ്രീ, M. മുരളി, SK നിഷാദ്, ഗിരിജ മുരളി തുടങ്ങിയവർ പ്രസംഗിച്ചു. 10ാം ക്ലാസ് പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടികളെ പൊതുസമ്മേളനത്തിൽ അനുമോദിച്ചു. ഞായറാഴ്ച സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന പ്രതിനിധി സമ്മേളനം CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി സാം കെ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി J. ചിഞ്ചുറാണി ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രസംഗിച്ചു. യുവാക്കൾ ഉൾപ്പെടെ 4 പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തി 13 അംഗ ലോക്കൽ കമ്മിറ്റിയെ തെരഞ്ഞെടുത്ത സമ്മേളനം P. ദിലീപിനെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി നിലനിർത്തി. നാട്ടുവാർത്ത, അഞ്ചൽ.